കഴിയുമ്പോഴും എല്ലാ ഒരു തുടർച്ചയ്ക്കുള്ളതും എല്ലാ അവരുടെ സഹകരണവും പിന്തുണയും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവണമല്ലോ. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. അദ്ദേഹം വളരെ PT-ആയിട്ട് വളരെ അടുപ്പമുള്ള ഒരു ബിഷപ്പാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ സ്ഥാനങ്ങളല്ല ഓരോരുത്തർ ഇതിനു മുമ്പുണ്ടായിരുന്ന ബിഷപ്പ് എന്തെങ്കിലും രീതിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PT-ആയിട്ടുള്ള വിഷയമല്ല. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, നമ്മളുടെ നിലപാട് അതിൽ വ്യത്യസ്തമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അത് അവരുടെ ആശയപരമായ കാര്യങ്ങളിലുള്ള വ്യത്യാസം അല്ലാതെ പേഴ്സണലി PT-യോട് ആർക്കും ദേഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ആദ്യം മുതലേ തന്നെ PT-ആയിട്ട് വളരെ അടുത്തായിരുന്നു പിതാവ്. അദ്ദേഹം എന്നും PT-യെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് അതിനേക്കാൾ എല്ലാവരുടെ അനുഗ്രഹവും ആശീർവാദവും വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. എനിക്കൊരു വിജയം ഉണ്ടായപ്പോഴും അതിന്റെ പിന്നിൽ അവരുടെ പ്രാർത്ഥനയെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ള ആ നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. തൃക്കാക്കരയിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം ഉമാ തോമസ് PT തോമസിന്റെ ജന്മനാടായ ഉപ്പുതോടിലെത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് ഉമാ തോമസ് ഉപ്പുതോടിലെത്തിയത്. മന്ത്രി P രാജീവ് സംസാരിക്കുന്നു. അങ്ങനെ ഒരു ഇതല്ലല്ലോ. ഞങ്ങൾ പൊതുവെ ഈ മണ്ഡലം ഞങ്ങൾക്ക് രാഷ്ട്രീയമായി അത്ര സ്വാധീനമുള്ള മണ്ഡലമല്ല. അത് കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ അതിനകത്ത് എങ്ങനെ പരമാവധി കയറാൻ കഴിയും അത് ഞങ്ങൾ നന്നായി ശ്രമിച്ചു. ഞങ്ങളുടെ വോട്ടിന് വർധനമുണ്ടായി. പക്ഷെ ഞങ്ങളുടെ എതിരാളികൾ വോട്ട് ആകെ കേന്ദ്രീകരിച്ചു. സഹതാപത്തിന്റെ ഘടകം വന്നു. BJP-യുടെ വോട്ട് നന്നായി കുറഞ്ഞു. കഴിഞ്ഞ തവണ എന്നിരുന്ന അരാഷ്ട്രീയ വോട്ടുകൾ ഇത്തവണ അങ്ങോട്ട് പോയി എന്ന് വ്യക്തമായി. അതാണ് കണക്കുകളാണല്ലോ കൃത്യമായി വ്യക്തത തരുന്നത്. അല്ല, ഞങ്ങൾ അങ്ങനെ കാണുന്നത് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടന്നു. ബാക്കി ഘടകങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിക്കും. ജനവിധിയിൽ പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ അതിന് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. ഈ ജനവിധി ഈ സവിശേഷ സ്വഭാവങ്ങളെല്ലാം ഈ മണ്ഡലത്തിനുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് എന്തെങ്കിലും പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ടോ, അത് ഞങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്തും. വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ CPM പറയുന്നുണ്ട് BJP UDF ഒരു വോട്ട് കച്ചവടം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു ആരോപണമുണ്ട്. അല്ല, ഇപ്പോൾ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടൊരു മുന്നണി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മുന്നണി തെരഞ്ഞെടുപ്പിലും പ്രവർത്തിച്ചു. അതിനകത്ത് BJP ഉണ്ട്, SDPI ഉണ്ട്, മറ്റ് പല സംഘടനകളുമുണ്ട്. ആ രാഷ്ട്രീയമായി ചില നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷ വിരുദ്ധ ശക്തികളുണ്ട്. അവരെല്ലാം ഒന്നിച്ചാണ് കുറച്ചു കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ BJP രാജ്യം ഭരിക്കുന്നൊരു പാർട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മത്സരിച്ചിട്ട് കെട്ടിവെച്ച കാശ് ആദ്യമായി പോയി എന്ന് പറയുമ്പോൾ അത് എവിടേക്ക് പോയി എന്നുള്ളത് വളരെ പ്രകടമല്ലേ. അതാണ് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത്. പറയുന്ന ഒരു കാര്യം, ജില്ലാ കമ്മിറ്റിക്ക് മാത്രമല്ല സംസ്ഥാന നേതാക്കൾക്കും ഈ വീഴ്ചയിൽ, അതായത് ഇത്രയധികം കനത്തൊരു പരാജയത്തിന് ഇതെല്ലാ ഘടകങ്ങളും പറഞ്ഞല്ലോ. അത് പാർട്ടി ആകെയല്ലേ, മുന്നണി ആകെയല്ലേ ഇത് പരിശോധിക്കുന്നത്. അതിൽ ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് ഈ കണക്ക് നോക്കിയാൽ മതില്ലേ. 1-1 2 രാഷ്ട്രീയത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ചിലപ്പോൾ 1-1 3 വരാം. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 അവർക്ക് അനുകൂലമായ ഒരു മണ്ഡലം, 2 സഹതാപത്തിന്റെ ഒരു ഘടകം, 3 BJP ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ വോട്ട് അങ്ങോട്ട് പോയിരിക്കുന്നു. ആ രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ടും പോയിരിക്കുന്നു. ഞങ്ങളുടെ വോട്ട് ശതമാനത്തിലും വർദ്ധിച്ചിരിക്കുന്നു, എണ്ണത്തിലും വർദ്ധിച്ചിരിക്കുന്നു. അരൂർ ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങളുടെ വോട്ട് 38,500 വോട്ടിന്റെ സിറ്റിംഗ് സീറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടെ. ഇത് അവരുടെ സിറ്റിംഗ് സീറ്റ്, അവർ ജയിച്ചു. ആ സിറ്റിംഗ് സീറ്റ് പിടിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എല്ലാ ഘടകങ്ങളും ഉണ്ടാവുമല്ലോ, അതെല്ലാം പരിശോധിക്കേണ്ടത് തന്നെ. എന്തായാലും കോൺഗ്രസിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ BJP-യിലേക്ക് പോകുമ്പോൾ അവർ BJP-യിലേക്ക് പോകാതെ ഇടതുപക്ഷത്തിന്റെ ഭാഗമാകുന്നു എന്ന പോസിറ്റീവ് ഘടകം കണ്ടാൽ മതി. ജനവിധി അംഗീകരിക്കുന്നെന്ന് P രാജീവ് പറയുമ്പോഴും CPM-ൽ തൃക്കാക്കരയിലെ തോൽവി സംബന്ധിച്ച് വലിയ പരിശോധന തന്നെ വേണ്ടിവരും. വോട്ട് ചോർച്ച പാർട്ടിക്ക് വലിയ തലവേദന തന്നെയായിരിക്കും. ആ വിലയിരുത്തലുകളിലേക്ക് പാർട്ടി ഇനി കടക്കുകയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം ചേരും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേയുള്ള ചുവരെഴുത്തുൾപ്പെടെ സമഗ്രമായി വിവാദങ്ങളും വിഷയങ്ങളും പരിശോധിക്കപ്പെടും. അതിനിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം തൃക്കാക്കരയിൽ ഗുണം ചെയ്തോ എന്ന സംശയമുണ്ടെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. ഇടത് സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചതും ഔചിത്യമില്ലാതെയാണെന്ന് സെബാസ്റ്റ്യൻ പോൾ കുറ്റപ്പെടുത്തി. വിശദമായി കാര്യങ്ങൾ അവലോകനം ചെയ്യാൻ കൊച്ചിയിൽ നിന്ന് സുവി വിശ്വനാഥനുണ്ട്. സുവിയിലേക്ക് വരുന്നതിന് മുൻപ് സെബാസ്റ്റ്യൻ പോളിന്റെ വിമർശനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും MLA-മാരുടെയും എല്ലാം
നേതൃത്വത്തിൽ വൻ സംഘമാണ് തൃക്കാക്കരയിൽ ഇടതുമുന്നണിക്കായി ക്യാമ്പയിൻ നടത്തിയത്. എന്നാൽ പൂർണ്ണമായും നഗര കേന്ദ്രീകൃതമായ മണ്ഡലത്തിൽ ഇത് വേണ്ടത്ര ഗുണം ചെയ്തോ എന്ന് സംശയമുണ്ടെന്ന് സെബാസ്റ്റ്യൻ പോൾ പറയുന്നു. എന്തും അമിതമാകുന്നത് നല്ലതല്ല. അത് ഇലക്ഷൻ ക്യാമ്പയിനും ആ തത്വം ബാധകമാണ്. സഭയുടെ സ്ഥാനാർത്ഥി എന്ന വിളിപ്പേര് തുടക്കം മുതലേ ഇടതുമുന്നണിക്ക് നേരെയുണ്ട്. സ്ഥാനാർത്ഥി മികച്ചതായിരുന്നെങ്കിലും അവതരിപ്പിച്ച രീതി ഔചിത്യമില്ലാതെ പോയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ലെനിൻ സെന്റർ അവിടെ ഉണ്ടല്ലോ, സ്ഥാനാർത്ഥി ഏതായാലും അവിടെ വരണമല്ലോ, പാർട്ടി സ്ഥാനാർത്ഥിയല്ലേ. അപ്പോൾ അദ്ദേഹത്തെ അവിടെ വരുത്തി മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അവതരിപ്പിക്കണമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ പിന്നീട് കേൾക്കാനിടയായ ഒട്ടേറെ ആക്ഷേപങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. KV തോമസിനെ ഇടതുമുന്നണിയിലേക്ക് എത്തിച്ചതും മണ്ഡലത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. പൂർണ്ണമായും പരാജയപ്പെട്ടൊരു നീക്കമായി ഇത് മാറി. KV തോമസ് ഫാക്ടർ എന്ന ഒന്നുണ്ട് എന്ന് ഒരു പ്രചരണമൊക്കെ നടന്നിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. എന്തെങ്കിലും KV തോമസ് ഇഫക്റ്റ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് നെഗറ്റീവ് ഇഫക്റ്റ് ആയിരുന്നു. KV തോമസിന്റെ വരവിനെ തൃക്കാക്കരയിലെ ജനങ്ങൾ സ്വീകരിച്ചു എന്നെനിക്ക് തോന്നിയിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ വലിയ മാർജിനിൽ തോക്കാൻ പല കാരണങ്ങളുണ്ടെങ്കിലും ഇത്തരം വസ്തുതകൾ കൂടി ഇടതുമുന്നണി പരിഹരിക്കേണ്ടതായിരുന്നുവെന്നും സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. സുവി വിശ്വനാഥൻ തന്നെ ചേരുകയാണ് വിശദാംശങ്ങളുമായി. സുവി, ചില തോൽവികൾക്ക് ആഘാതവും ആഴവും കൂടുമെന്ന് പറയുന്നത് സത്യമാണ്. ആ രീതിയിൽ ഒരു വലിയ തിരിച്ചടിയായി മാറുകയാണ് CPM-ന് തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. ഭരണവിരുദ്ധ വികാരമില്ല, സിൽവർ ലൈനിനെതിരായ വിധിയെഴുത്തല്ല എന്നൊക്കെ പറഞ്ഞ് നേതാക്കളെല്ലാം തടിതപ്പാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതല്ല സത്യം എന്ന് എല്ലാവർക്കും അറിയാം. ഏത് രീതിയിൽ ഇഴകീറി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ CPM? ദിവ്യ, ഒരു കനത്ത പരാജയമാണ് CPM-നെ സംബന്ധിച്ച് തൃക്കാക്കരയിൽ നേരിട്ടത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള അവർ എത്തിക്കൊണ്ട് ഒരു കാടിളക്കിയുള്ള ഒരു പ്രചാരണമായിരുന്നു തൃക്കാക്കര മണ്ഡലത്തിൽ CPM നടത്തിയത്. UDF-ന്റെ കുത്തക മണ്ഡലം ആണെങ്കിൽ കൂടി ഈ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിന് മണ്ഡലം വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് ഒരിക്കൽ പോലും അവർ കരുതിയിരുന്നില്ല. പ്രധാനമായും 2500-ന്റെ ഒന്നുകിൽ 2500-ന് ജയിക്കും, അല്ലെങ്കിൽ 2500 വോട്ടുകൾക്ക് തോൽക്കും. ഇതായിരുന്നു ബൂത്ത് തലത്തിൽ നിന്ന് CPM-ന് ലഭിച്ച ഒരു പ്രതികരണം. പക്ഷേ അതിന് നേരെ വിപരീതമായി 25,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിനാണ് ഇപ്പോൾ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. ഇന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. പ്രധാനമായും ഈ പരാജയം സംബന്ധിച്ച് എങ്ങനെയാണ് പരാജയം ഉണ്ടായത് എന്നത് സംബന്ധിച്ചൊരു പ്രാഥമികമായ ഒരു വിലയിരുത്തൽ ഇന്നുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. M. സ്വരാജ് ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. പ്രധാനമായും സംഘടനാ തലത്തിൽ, അതായത് ഇപ്പോൾ P. രാജീവ് സംസാരിച്ചപ്പോഴും സംഘടനാ തലത്തിൽ ഒരു പിഴവുണ്ടായി എന്ന് പറയുന്നില്ല. എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ഈ രീതിയിൽ തന്നെയാണ് CPM പ്രവർത്തിക്കാറുള്ളത്. ആ രീതി തന്നെയാണ് പിന്തുടർന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വന്ന് പ്രചാരണം നടത്തി എന്ന് പറയുമ്പോഴും ആ രീതിയിൽ തന്നെയാണ് നേരത്തെ മുതൽ പ്രചാരണം നടക്കുന്നത്. അതായത് ബി ജെ പിക്ക് കെട്ടിവെച്ച കാശ് പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് KV തോമസിനെ കൊണ്ടുവന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒപ്പം ഈ സഭാ സ്ഥാനാർത്ഥി എന്ന ആരോപണം, സഭാ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജോ ജോസഫിനെ അവതരിപ്പിച്ചതുൾപ്പെടെ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. ഏതായാലും ഇക്കാര്യം വിശദമായി പരിശോധിക്കും എന്നാണ് P. രാജീവ് പറഞ്ഞത്. ഏതായാലും വലിയ തിരിച്ചടിയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇത് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യും. 2021-ൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ 14,000-ഓളം ഭൂരിപക്ഷമാണ് PT തോമസിന് ലഭിച്ചിരുന്നത്. ആ സാഹചര്യത്തിലും അന്ന് തൃക്കാക്കരയിലെ തോൽവിയുമായി ബന്ധപ്പെട്ട 2 പേർക്ക് എതിരെ നടപടിയുണ്ടായിരുന്നു. ഒന്ന് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മണിശങ്കർ, ഒപ്പം തന്നെ വിൻസെന്റ്, ഈ 2 പേർക്കെതിരെയും പാർട്ടി സംഘടനാ തലത്തിൽ നടപടിയെടുക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ കനത്ത തോൽവി സംബന്ധിച്ച് വിശദമായ അന്വേഷണവും അത് സംബന്ധിച്ച് പാർട്ടി നടപടികളിലേക്കും നീങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സുവി, ഇതിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉന്നയിച്ച പ്രധാനമായുള്ള 2 വിമർശനങ്ങളാണ്. ഒന്ന്,
അവിടെ മണ്ഡലത്തിലെ പൾസ് എറിഞ്ഞുകൊണ്ടുള്ള പ്രചാരണം നടത്താൻ കഴിഞ്ഞില്ല. ശരിയാണ്, മന്ത്രിമാരും MLA-മാരും ഒക്കെ കളത്തിലിറങ്ങിയുള്ള പ്രചാരണ വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിനിങ്ങും പ്രചാരണ പരിപാടികളുമാണ് നടത്തിയത്. പക്ഷേ അവരൊക്കെ നടത്തിയത് മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചാരണം നടത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെക്കുറിച്ചാണ്. ഒരു സഭാ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം, ഈ രണ്ട് കാര്യങ്ങളെ ഏത് രീതിയിൽ എത്രത്തോളം ഗൗരവത്തിലെടുക്കും പാർട്ടി? ദിവ്യ സൂചിപ്പിച്ച രണ്ടാമത്തെ ചോദ്യം, അതായത് ജോ ജോസഫ് സഭാ സ്ഥാനാർത്ഥിയാണ് എന്ന ആരോപണം ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്നാണ് ആദ്യം മുതൽ തന്നെ CPM പറയുന്നത്. ഇപ്പോഴും ആ ചോദ്യത്തിനുള്ള മറുപടിയായി മന്ത്രി പി രാജീവ് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അത് മാധ്യമങ്ങളുടെ നിർമ്മിതിയാണ്. ഒരു കാരണവശാലും സഭയുടെ അതല്ലെങ്കിൽ ഒരു പ്രത്യേക സമുദായത്തിന്റെ സ്ഥാപനത്തിൽ വെച്ചുകൊണ്ടല്ല ഈ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചത്. അത് അങ്ങനെ ആ രീതിയിൽ സംഭവിച്ചു പോയതാണ്. പാർട്ടി അണികൾക്ക് ഇത് അതായത് കണ്ടിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചു പോയതാണ്. അക്കാര്യങ്ങൾ നേരത്തെ വിശദീകരിച്ചതുമാണ്. ആ രീതിയിൽ അതിനെ വളച്ചൊടിച്ചത് മാധ്യമങ്ങളാണ് എന്നാണ് പി രാജീവ് പറയുന്നത്. എന്തുകൊണ്ടാണ് സെബാസ്റ്റ്യൻ പോൾ ഈ തരത്തിൽ ഒരു വിമർശനം ഉന്നയിക്കുന്നത് എന്നറിയില്ല എന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ സെബാസ്റ്റ്യൻ പോൾ പറയുന്നത് പോലെ തന്നെ ജനങ്ങളുടെ പൾസ് അറിഞ്ഞുള്ള ഒരു പ്രചാരണത്തിലേക്ക് CPM നീങ്ങിയില്ല. ആ കാര്യത്തിൽ പറയുന്നത് മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ടാണ് ഈ പ്രചാരണം നടത്തിയത്. ആ രീതിയിൽ തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പുകളെ CPM നേരിടാറുള്ളതും. അതിൽ ഒരു വിധത്തിലുള്ള പാളിച്ചയും ഇല്ല എന്നാണ് പി രാജീവ് പറയുന്നത്. ശരി സുവി, ഒരുപാട് വാദങ്ങൾ ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുൻപ്. തൃക്കാക്കര മിനി കേരളം എന്നൊക്കെ പറയുന്നു. ഒപ്പം വികസനവാദികളും വികസന വിരോധികളും തമ്മിലുള്ള പോരാട്ടമാണ് ഈ തൃക്കാക്കരയിൽ നടക്കാൻ പോകുന്നത് എന്നൊക്കെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞത്. ഇത്തരത്തിൽ അന്ന് ഉന്നയിച്ച ഒരുപാട് വാദങ്ങൾക്കൊക്കെ ഇനി മറുപടി പറയേണ്ടി വരില്ലേ CPM-ന്? സ്വാഭാവികമായും സിൽവർ ലൈൻ ഉയർത്തിക്കൊണ്ടായിരുന്നു, വികസനത്തിൽ ഊന്നിക്കൊണ്ടായിരുന്നു CPM ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ അതെല്ലാം വിഷയങ്ങളിൽ നിന്ന് മാറി വർഗീയ പ്രചാരണം, അതുപോലെ തന്നെ PC ജോർജിന്റെ അറസ്റ്റ്, ഇടത് സ്ഥാനാർത്ഥിയുടെ വ്യാജ വീഡിയോ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. ഏതായാലും ഇപ്രാവശ്യവും ഈ വികസനം മുന്നോട്ട് വെച്ച് തന്നെയാണ്, അതായത് വികസന കാഴ്ചപ്പാട്, സിൽവർ ലൈനെതിരായ ഒരു ജനവിധിയല്ല ഇപ്പോൾ ഉണ്ടായത് എന്ന രീതിയിലാണ് CPM-ന്റെ പ്രതികരണം. ഏതായാലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയുന്നത്. ഈ പദ്ധതിക്കേറ്റ ഒരു തിരിച്ചടിയല്ല തൃക്കാക്കരയിലെ ജനവിധി എന്ന ഒരു വിലയിരുത്തലാണ് പ്രാഥമികമായി CPM നേതാക്കളിൽ നിന്നുണ്ടാകുന്നത്. ഏതായാലും ഈ കാര്യങ്ങളിൽ ഉൾപ്പെടെ ഒരു വ്യക്തത ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നതിന് ശേഷം ഉണ്ടാകും. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ആത്മപരിശോധനകൾ CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം നടപടികളിൽ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളിലേക്കും കടക്കും എന്നാണ് പറയുന്നത്. ദിവ്യ, ശരി, നടപടികൾ എന്ന് പറയുമ്പോൾ ഇതിൽ എവിടെ പിഴച്ചു, എന്തുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു തോൽവി ഉണ്ടായി എന്നത് പഠിച്ച് ഒരു ശക്തമായ നടപടിയിലേക്ക് തന്നെ പാർട്ടി കടക്കാനായിരിക്കുമോ സാധ്യത? ദിവ്യ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 2021 തെരഞ്ഞെടുപ്പിൽ 14,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പാർട്ടി തൃക്കാക്കരയിൽ തോറ്റ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് പാർട്ടി സംവിധാനങ്ങൾ നേരായ രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നാണ് ആരോപണം ഉയർന്നത്. ഈ ആരോപണത്തെ തുടർന്നാണ് 2 പേർക്കെതിരെ പാർട്ടി നടപടിയെടുക്കുകയും ചെയ്തത്. മണിശങ്കറിനെയും വിൻസെന്റിനെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടികളിലേക്ക്, ഏരിയ സെക്രട്ടറിയെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് CPM കടക്കുകയും ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ അതിനേക്കാൾ വലിയ ഒരു കനത്ത പരാജയമാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഈ UDF-ന്റെ കുത്തക മണ്ഡലം, അതായത് ഇവിടെ UDF-ന്റെ ഒരു കുത്തക മണ്ഡലം, ഒപ്പം തന്നെ ഇത്തവണ ഈ PC ജോർജിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകും, അതായത് ന്യൂനപക്ഷ വോട്ടുകൾ കൂടി അനുകൂലമാകും എന്ന് CPM പ്രതീക്ഷിച്ചിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ വിഷയങ്ങൾ എല്ലാം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നേരിട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഏതായാലും ഇത്തവണ അതായത് വിജയിച്ച് കയറാം എന്ന് CPM പ്രതീക്ഷിച്ചിരുന്നു. അതിന് തക്ക രീതിയിൽ പാർട്ടി സംവിധാനങ്ങളും പ്രവർത്തിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നിട്ടും ഈ 2,500 വോട്ടിന്റെ ഒന്നുകിൽ 2,500 കുറവ് തോൽവിയായിരിക്കും, അല്ലെങ്കിൽ 2,500 വോട്ടിന് വിജയിക്കാൻ സാധിക്കും എന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറിയ ഈ ഒരു സാഹചര്യം തീർച്ചയായും ഗൗരവത്തോടു കൂടി
ശരി, എന്തായാലും ജനവിധി അംഗീകരിക്കുന്നു എന്ന നേതാക്കളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇഴകീറി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ഈ തോൽവി സംബന്ധിച്ച് CPM. വിശദാംശങ്ങളാണ് സുവി വിശ്വനാഥൻ നൽകിയത്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. 2020യുടെ പിന്മാറ്റം തൃക്കാക്കരയിൽ UDFന്റെ ലീഡ് ഉയർത്തി. UDFന് വോട്ട് ചെയ്യാൻ പ്രത്യക്ഷത്തിൽ നിർദ്ദേശമൊന്നും നൽകിയില്ലെങ്കിലും ഇടതുമുന്നണിക്കൊപ്പമല്ല തങ്ങളെന്ന വ്യക്തമായ സൂചന തുടക്കം മുതലേ നൽകിയിരുന്നു. ലീഡ് 24,000 കടക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് പറഞ്ഞിരുന്നു. ഇത് തങ്ങളുടെ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയായിരുന്നു. കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ 13,000-ലധികം വോട്ടുകൾ 2020 ഈ മണ്ഡലത്തിൽ നേടിയിരുന്നു. കുന്നത്തുനാട് MLA PV ശ്രീനിജനും 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബുമായി അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. 2020യുടെ തന്ത്രപ്രധാനമായ പിന്മാറ്റം UDFന് വലിയ ഗുണമായി. ഇടതു നേതാക്കൾ തെരഞ്ഞെടുപ്പ് ഫലം മുന്നറിയിപ്പായി കാണുമെന്നാണ് സാബു ജേക്കബ് പറയുന്നത്. കുന്നംകുളത്തിന്റെ മാപ്പ് ചോദിച്ച് പരിഹസിച്ചവർക്ക് തൃക്കാക്കരയുടെ മാപ്പല്ല കൊടുത്തത്, കേരളത്തിന്റെ തന്നെ മാപ്പാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നത്. 93 സീറ്റുകളിൽ നിന്ന് 99 സീറ്റുകൾ കൊടുത്ത് വീണ്ടും അധികാരത്തിലേറ്റിയ സർക്കാരിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തനത്തെ ജനങ്ങളുടെ വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. തൃക്കാക്കരയിൽ 2020യെ അനുനയിപ്പിക്കാൻ ഇടത് നേതാക്കൾക്ക് കഴിയാതെ പോയതും തോൽവിയുടെ ആക്കം കൂട്ടി. ആം ആദ്മിയുമായി 2020 സംസ്ഥാന തലത്തിൽ കൂട്ടുകെട്ടുണ്ടാക്കുമ്പോൾ അത് ഫലത്തിൽ ഇടതുമുന്നണിക്ക് ദോഷകരമാകുമെന്നതാണ് തൃക്കാക്കരയുടെ ഗുണപാഠം. ന്യൂസ് 18 കൊച്ചി. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ നാണക്കേടിൽ നിന്ന് എങ്ങനെ കരകയറണമെന്ന ആലോചനയിലാണ് BJP നേതൃത്വം. വലിയ നേട്ടം പ്രതീക്ഷിച്ച് മത്സരത്തിനിറങ്ങിയ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണന് കെട്ടിവെച്ച പണം പോലും നഷ്ടമായി. ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് PC ജോർജിനെ കളത്തിലിറക്കിയിട്ടും ഒരു വോട്ടിന്റെ നേട്ടം പോലും ഉണ്ടാക്കാനായില്ല. 2021 SHG തൃക്കാക്കരയിൽ നേടിയത് 15,483 വോട്ടുകളായിരുന്നു. AN രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ വോട്ട് വിഹിതം കുത്തനെ ഇടിഞ്ഞു. 12,957 വോട്ടുകളാണ് രാധാകൃഷ്ണൻ നേടിയത്. ശതമാനക്കണക്കിൽ വെറും 9.6% വോട്ടുകളാണ് BJPക്ക് നേടാനായത്. 2016-ൽ 15ഉം 2021-ൽ 11.37% വോട്ടുകളുമാണ് നേടിയത്. ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ 6-1 വോട്ട് നേടാൻ കഴിയാത്ത സാഹചര്യത്തിൽ മണ്ഡലത്തിൽ BJPക്ക് കെട്ടിവെച്ച പണം നഷ്ടമായി. കനത്ത തോൽവി പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോരിനെയും രൂക്ഷമാക്കിയേക്കും. BJPയെ സംബന്ധിച്ചോളം BJPക്ക് 15,000 വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. അപ്പോൾ 2,000 വോട്ടുകൾ നമ്മളുടെ ഭാഗത്തു നിന്ന്, ഞാൻ പറഞ്ഞില്ലേ, ഒരു പല പല ഘടകങ്ങളാണ് ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒന്ന് സഹതാപ തരംഗം, അതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടി. അനുബന്ധമായിട്ട് ഈ പിണറായി വിജയനെതിരെയുള്ള ഒരു മൂവ്മെന്റ് നടന്നു, അതും അനുകൂലമായി. അങ്ങനെ രാഷ്ട്രീയ സാഹചര്യവും ഈ സഹതാപ തരംഗത്തിൻ്റെയും കൂടെയാണ് ഇത്രയൊരു വിജയം വന്നത് എന്നാണ് ശരിയായിട്ടുള്ളൊരു വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ PC ജോർജിനെ കളത്തിലെത്തിച്ച് BJP പ്രചാരണം കൊഴുപ്പിച്ചിരുന്നു. ലവ് ജിഹാദ് അടക്കം ആളിക്കത്തിച്ച് വോട്ട് നേടാനാവുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ BJPക്ക് അനുകൂലമായി ലഭിക്കാനിടയുണ്ടായിരുന്ന ഭൂരിപക്ഷ വോട്ടുകളിൽ ഇത് വിള്ളലുണ്ടാക്കി. ഇല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട നേട്ടമുണ്ടാക്കാൻ കഴിയുമായിരുന്നുവെന്നാണ് പാർട്ടി വിലയിരുത്തൽ. ന്യൂസ് 18 കൊച്ചി. തൃക്കാക്കരയിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം ഉമ തോമസ് PT തോമസിന്റെ ജന്മനാട്ടിൽ. രാവിലെ ഉപ്പുതോടിലെത്തിയ ഉമ PT തോമസിന്റെ കല്ലറയിൽ പ്രാർത്ഥന നടത്തി. മക്കളും പാർട്ടി പ്രവർത്തകരും ഉമയ്ക്കൊപ്പമുണ്ടായിരുന്നു. എൻ്റെ ഈ വിജയം PT വേണ്ടി സമർപ്പിക്കാൻ തന്നെയാണ് വന്നത്. PT തന്നെയാണ് എനിക്ക് മാർഗദീപം. PT തന്നെയാണ് എന്നെ നയിക്കേണ്ടത്. PT രീതിയിലുള്ള വളർച്ചയും PT വികസന സ്വപ്നങ്ങളും PT നിലപാടിന്റെ രാഷ്ട്രീയവും അതെല്ലാം തുടരണം എന്ന് തന്നെയാണ്. ഞാൻ ഇന്നും PT ഒരു നിഴലായിട്ട് കൂടെ ഉണ്ടായിരുന്നിട്ടേ ഉള്ളൂ. PT അത്തരം രീതിയിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും 100% ഞാനും അത് സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നിന്നിരുന്നത്. ഞാൻ ഏറ്റവും PTയെ ബഹുമാനിക്കുന്നതും ആരാധിക്കുന്നതും PT അങ്ങനെ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത് തന്നെ തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിജയം
PT-ക്ക് സമർപ്പിക്കാനാണ് എത്തിയതെന്ന് നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമെന്നും ഉമാ തോമസ് പറഞ്ഞു. ഇടുക്കി ബിഷപ്പ് ജോൺ നെല്ലിക്കുന്നേലുമായി ഉമാ തോമസ് കൂടിക്കാഴ്ച നടത്തി. എല്ലാവരുടെ അനുഗ്രഹമാണ് എനിക്ക് വിജയത്തിന്റെ ഏറ്റവും പിന്നിലുള്ളത്. വിജയിച്ചു കഴിയുമ്പോഴും എല്ലാ ഒരു തുടർച്ചയ്ക്കുള്ളതും അവരുടെ സഹകരണവും പിന്തുണയും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവണമല്ലോ. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. കിട്ടിയായിട്ട് വളരെ അടുപ്പമുള്ള ഒരു ബിഷപ്പാണ്, എനിക്ക് നന്നായിട്ടറിയാം. നമ്മുടെ സ്ഥാനങ്ങളല്ല, ഓരോരുത്തര് ഇതിനു മുമ്പുണ്ടായിരുന്ന ബിഷപ്പ് എന്തെങ്കിലും രീതിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PT ആയിട്ടുള്ള വിഷയമല്ല. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, നമ്മളുടെ നിലപാട് അതിൽ വ്യത്യസ്തമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അത് അവരുടെ ആശയപരമായ കാര്യങ്ങളിലുള്ള വ്യത്യാസം അല്ലാതെ പേഴ്സണലി PT-യോട് ആർക്കും ദേഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, വിജയിച്ചതിന് ശേഷം, വലിയ വിജയം നേടിയ ശേഷം ഉമാ തോമസ് ഉപ്പുതോടെത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഉപ്പുതോടുകാർ ഉമാ തോമസിന്റെ വരവിനെ കാണുന്നത്? ഇന്ന് ആരൊക്കെയായിട്ടാണ് ഉമാ തോമസിന്റെ കൂടിക്കാഴ്ചയൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും നേരത്തെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം നടന്നതിന്റെ തൊട്ടു പിന്നാലെയാണ് ഉമാ തോമസ് ആദ്യം ഇടുക്കിയിലെത്തിയത്. അന്നും PT-യുടെ കല്ലറയിൽ പോയി പുഷ്പാർച്ചന നടത്തുകയും ഏറെ വൈകാരികമായ രംഗങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് അവർ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത്. ഇത് തെരഞ്ഞെടുപ്പിൽ വിജയിയായി പ്രഖ്യാപിക്കപ്പെട്ട് ഐതിഹാസികമായ ഒരു ജയം നേടിയതിന് തൊട്ടു പിന്നാലെ ഇന്നലെ തന്നെ ഇവിടേക്ക് എത്തണമെന്നാണ് ആഗ്രഹിച്ചിരുന്നതെങ്കിലും മണ്ഡലത്തിലെ പര്യടനവും പ്രവർത്തകരുടെ ഒരു കാണാൻ എത്തുന്നവരുടെ ഒരു ബാഹുല്യവും മൂലം ഒപ്പം അനാരോഗ്യവുമുണ്ട്. കാരണം ഒരു മാസത്തിലധികമായി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ കൊച്ചിയിൽ നിന്നും പുലർച്ചെ പുറപ്പെട്ട് ഇവിടെ എത്തിച്ചേരുകയും PT-യുടെ കല്ലറയിൽ എത്തി പുഷ്പാർച്ചന നടത്തുകയും ചെയ്തത്. ഏറെ നേരം അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ആകെ നടത്തിയ കൂടിക്കാഴ്ച ഇടുക്കി ബിഷപ്പുമായാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്നതിന് മുമ്പ് PT-യുടെ കല്ലറയിൽ വന്നു പോയി മടങ്ങിയ സമയത്തും ഇതേ രീതിയിൽ തന്നെ ബിഷപ്പിനെ കണ്ട് ആശീർവാദം തേടിയിരുന്നു. അദ്ദേഹത്തിന് അടക്കമുള്ള അനുഗ്രഹം തനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചു എന്ന് പറയുന്നു. എല്ലാവരുടെയും അനുഗ്രഹവും ആശംസകളും തനിക്ക് വേണമെന്നും അവർ പറയുന്നു. നേരത്തെ മുൻ ഇടുക്കി രൂപതാധ്യക്ഷനും PT തോമസുമായി രൂക്ഷമായ ആശയ ഭിന്നതകളുണ്ടായിരുന്നു. കസ്തൂരംഗൻ വിഷയത്തെ ചൊല്ലി ഈ ഇടുക്കി രൂപതയുമായുള്ള ഉടക്കുകളെ തുടർന്നാണ് PT-ക്ക് ഒരുപക്ഷെ തൃക്കാക്കരയിലേക്ക് പോകേണ്ടി വന്നതുപോലും. അതും ഒരു ആശയപരമായ ഒരു വിരുദ്ധതയുടെ പേരിലാണ്, അല്ലാതെ മറ്റു വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഇടുക്കി രൂപതയ്ക്ക് ബിഷപ്പുമായി ഉണ്ടായിരുന്നില്ല, PT-യുമായി ഉണ്ടായിരുന്നില്ല എന്നും ഉമ്മ പറയുന്നു. എന്തായാലും ഇപ്പോൾ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം അവർ PT-യുടെ കുടുംബ വീട്ടിലേക്ക് പോയിരിക്കുന്നു. ഇന്ന് ഉച്ചവരെ കുടുംബ വീട്ടിലും സഹോദരന്റെ വീട്ടിലുമൊക്കെ ഉണ്ടാവും. അതിനുശേഷമാണ് കൊച്ചിയിലേക്ക് തിരിച്ചു പോകുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി, MS അനീഷ് കുമാറാണ് ഉപ്പുതോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വിദ്വേഷ പ്രസംഗ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് PC ജോർജിന് വീണ്ടും നോട്ടീസ്. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയത്. ശ്രീജിത്ത് വിശദാംശങ്ങൾ നൽകും. ശ്രീജിത്ത്, നേരത്തെ ഈ തൃക്കാക്കരയിൽ PC ജോർജ് പോകാനിരുന്നപ്പോൾ പോലീസ് നോട്ടീസ് നൽകിയതാണ് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ്. പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ട് PC ജോർജ് തൃക്കാക്കരയിൽ പോവുകയാണ് ഉണ്ടായത്. പക്ഷേ അത് കോടതി അലക്ഷ്യമായി കാണാൻ കഴിയില്ല എന്ന നിയമോപദേശമൊക്കെയായിരുന്നു ലഭിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് വളരെ സമാധാനമായ രീതിയിൽ ചോദ്യം ചെയ്യലിനെത്തണം എന്ന രീതിയിലാണോ ഇപ്പോൾ നോട്ടീസ് നൽകിയത്? എവിടെ വെച്ച് ആയിരിക്കും ചോദ്യം ചെയ്യൽ? തിരുവനന്തപുരം ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ഹാജരാകാനാണ് PC ജോർജിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടുകൂടി അവിടെ എത്താനാണ് നിർദ്ദേശം. ദിവ്യ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശ ദിവസം ഹാജരാകാൻ PC ജോർജിന് നിർദ്ദേശം നൽകിയിരുന്നു. അത് വലിയ വിവാദമാകുകയും ചെയ്തിരുന്നു. ജോർജ് അന്ന് ഹാജരായിരുന്നില്ല. തെരഞ്ഞെടുപ്പിൽ തന്റെ അണികളെ കണ്ട് വോട്ടിന്റെ കാര്യം പറയണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് PC ജോർജ് ഒഴിഞ്ഞു മാറിയത്. എന്തായാലും അതിനുശേഷം അന്ന് തന്നെ രാത്രി PC ജോർജ് ഫോർട്ട് കമ്മീഷണർക്ക് കത്ത് നൽകിയിരുന്നു. ഏത് സമയവും ഹാജരാകാൻ താൻ തയ്യാറാണ് എന്ന് കത്ത് നൽകിയിരുന്നു. പക്ഷെ പിന്നീടുള്ള തുടർന്നുള്ള 1-2 ദിവസങ്ങളിൽ ജോർജിനെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായിരുന്നില്ല. ഇത് ചൂണ്ടിക്കാട്ടി ജോർജ് വീണ്ടും രംഗത്ത് വന്നിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് വരെ തന്റെ ആവശ്യമുള്ളൂ, അതിനുശേഷം തന്നെ ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല എന്നായിരുന്നു അന്ന് ജോർജ് ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇനിയൊരു അമാന്തം പാടില്ല, വൈകാൻ പാടില്ല കേസന്വേഷണം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പോലീസ് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും തൃക്കാക്കരയിൽ PC ജോർജ് പോയത് അത് കോടതിയുടെ ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണോ എന്നടക്കം പോലീസ് പരിശോധിച്ചിരുന്നു. ഇക്കാര്യത്തിൽ നിയമോപദേശവും ലഭിച്ചിരുന്നു. അങ്ങനെ ഒരു ചട്ടലംഘനം ഉണ്ടായിട്ടില്ല എന്നാണ്
പോലീസിന് കിട്ടിയ നിയമോപദേശം. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നടപടി, ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കാനും പോലീസ് തയ്യാറായിട്ടില്ല. എന്തായാലും ഇനി സ്വാഭാവികമായ അന്വേഷണ ക്രമങ്ങളുടെ ഭാഗമായാണ് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുക. അതിനായി ജോർജ് തിങ്കളാഴ്ച തന്നെ ഹാജരാകും. എത്തുമ്പോൾ തന്നെ വലിയ രാഷ്ട്രീയ നേട്ടമൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു പോയത്. പക്ഷേ വലിയ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ BJPക്കൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി കേസിന്റെ നടപടികളുമായി മുന്നോട്ട് പോവുക എന്ന് തന്നെയാണല്ലേ അടുത്ത വഴി? സ്വാഭാവികമായും PC ജോർജിന് മുൻപിൽ കേസുമായി ഇനി തിരിച്ചടി ഉണ്ടായാലും ഇല്ലെങ്കിലും കേസുമായി തന്നെ മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. കാരണം പോലീസ് അത്തരത്തിൽ വലിയ വാർത്താ പ്രാധാന്യം കൂടി കിട്ടിയ ഒരു സംഭവമാണ് ഇത്. ആ ഒരു സംഭവത്തിൽ പോലീസിനും ഇനി മെല്ലെപ്പോക്ക് ആകില്ല. അങ്ങനെ ഉണ്ടായാൽ നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കം ചൂണ്ടിക്കാണിച്ചത് ജോർജും സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണ്, ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് താല്പര്യമില്ല എന്നൊക്കെയായിരുന്നു. സ്വാഭാവികമായും ഇനിയും അത്തരം വിമർശനങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ വേഗത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോലീസും കടക്കുന്നത്. ജോർജിന് മുൻപിൽ ഇതൊരു സ്വാഭാവിക നടപടി മാത്രമാണ്. ഇനിയാണെങ്കിലും തുടർ നടപടികളും കോടതിയിൽ നേരിടുക എന്നത് മാത്രമായിരിക്കും ജോർജിന് മുന്നിലുള്ള വഴി. സ്വാഭാവികമായി ഇതിന് പിന്നാലെ വെണ്ണല കേസിലും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതെല്ലാം ഇനി കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വാഭാവിക നടപടികളാണ്. ശബ്ദ സാമ്പിളുകളും മറ്റും പോലീസിന് സ്വീകരിക്കേണ്ടതുണ്ട്. അതിനും മറ്റും തിങ്കളാഴ്ച നടപടി പോലീസ് സ്വീകരിച്ചേക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജോർജ് തിങ്കളാഴ്ച ഫോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിൽ ഹാജരാകും. ശരി, ജി ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരിടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. വാർത്തയിലേക്ക്. പൂപ്പാറ കൂട്ടബലാത്സംഗ കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. ഇതര സംസ്ഥാന തൊഴിലാളികളായ മഹേഷ് കുമാർ യാദവ്, ഖേം സിംഗ് എന്നിവരാണ് പിടിയിലായത്. പ്രിൻസ് ജെയിംസ് വിവരങ്ങൾ നൽകും. പ്രിൻസ്, ഇവരെ 2 പേരെ എവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തത്? എന്താണ് വിവരങ്ങൾ? ദിവ്യ, രാജകുമാരി കടനാപ്പാറയിലെ ജോലി സ്ഥലത്തു നിന്നാണ് ഇരുവരെയും ശരി, ടെലിഫോൺ ലൈനിൽ ചില പ്രശ്നങ്ങളുണ്ട്. പൂപ്പാറ കൂട്ടബലാത്സംഗ കേസിലാണ് 2 പേർ കൂടി അറസ്റ്റിലായത്. ഇതര സംസ്ഥാന തൊഴിലാളികളായ മഹേഷ് കുമാർ യാദവ്, ഖേം സിംഗ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. പ്രിൻസ, കേൾക്കാമോ? പറയാം, എന്താണ് വിവരങ്ങൾ? ദിവ്യ, രാജകുമാരി തൊഴിൽ സ്ഥലത്തു നിന്നാണ് ഇരുവരെയും രാജാക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൈൽഡ് ലൈൻ നിർദ്ദേശപ്രകാരമായിരുന്നു ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മെയ് 29-നാണ് പൂപ്പാറയിലെ തേയിലത്തോട്ടത്തിൽ വെച്ച് അന്യസംസ്ഥാനക്കാരിയ 15-കാരി കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. നിലവിൽ പെൺകുട്ടി ചൈൽഡ് ലൈനിന്റെ സംരക്ഷണയിലാണ്. ഇവിടെ നൽകിയ കൌൺസിലിംഗിലാണ് സുഹൃത്തുക്കളായ മഹേഷ് കുമാർ യാദവും ഖേം സിംഗും മുൻപ് പീഡിപ്പിച്ചതായി കുട്ടി വ്യക്തമാക്കിയത്. ഒരാൾ വീട്ടിൽ വെച്ചും മറ്റൊരാൾ രാജകുമാരിയിലെ വെച്ചും പീഡിപ്പിച്ചതായാണ് വിവരം നൽകിയിരിക്കുന്നത്. മുൻപ് ഈ സംഭവത്തിൽ കൗമാരക്കാരായ 2 പേരുൾപ്പെടെ പൂപ്പാറ സ്വദേശികളായ സുഗന്ധ്, ശ്യാം, ശിവ, അരവിന്ദ് കുമാർ എന്നിവർ അറസ്റ്റിലായിരുന്നു. ഇതിൽ 4 പേർ ബലാത്സംഗം ചെയ്തെന്നാണ് കുട്ടി മുൻപ് മൊഴി നൽകിയിരുന്നത്. സുഗന്ധ, ശിവ, സാമു എന്നിവരെ കുട്ടി തിരിച്ചറിഞ്ഞിരുന്നു. കൗമാരക്കാരായ പ്രതികളിൽ ഒരാളാണ് പെൺകുട്ടിയുടെ സുഹൃത്തിനെ ആദ്യം ആക്രമിച്ചത്. പിറ്റലായിരുന്നു പീഡനം നടന്നത്. സംഭവത്തിൽ മുൻപും പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതായി ശാസ്ത്രീയ പരിശോധനയിൽ തിരിഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് അന്വേഷണം. ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും കൂടുകയാണ്. ഇന്നലെ 1465 പേർക്കാണ് രോഗബാധ. ആകെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 7000 കടന്നു. ഇന്നലെയും എറണാകുളത്താണ് കൂടുതൽ രോഗികൾ. 479 പേർക്കാണ് എറണാകുളത്ത് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്നലെ 6 കോവിഡ് മരണങ്ങൾ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്തെയും ജില്ലകളുടെയും കോവിഡ് സ്ഥിതി ഉന്നതതല യോഗം വിലയിരുത്തി. എറണാകുളം, തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിലാണ് കോവിഡ് കേസുകൾ കൂടുതൽ. രോഗലക്ഷണങ്ങൾ ഉള്ളവർ പരിശോധന നടത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. KSRTC മാനേജ്മെന്റ് തൊഴിലാളി തർക്കം കൂടുതൽ രൂക്ഷമാകുന്നു. KSRTC MD ബിജു പ്രഭാകരനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് CITU. തിങ്കളാഴ്ച മുതൽ ഡിപ്പോയ്ക്ക് മുൻപിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. ഇന്നലെ MD വിളിച്ച യോഗം സംഘടനകൾ ബഹിഷ്കരിച്ചിരുന്നു. KSRTC തൊഴിലാളി തർക്കം പുതിയ വഴിത്തിരിവിൽ. 3500 ടിക്കറ്റ് മെഷീൻ ഇരട്ടി വില നൽകി വാങ്ങിയെന്നും ഇതിൽ വൻ അഴിമതി നടന്നുവെന്നുമാണ് CITU ആരോപണം. വാങ്ങി മാസങ്ങൾക്കകം 400-ലധികം ടിക്കറ്റ് മെഷീനുകൾ തകരാറിലായി. MDയെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും KSRTA ആവശ്യപ്പെട്ടു. ഏറ്റവും വില കുറഞ്ഞ സാധനം വലിയ കമ്മീഷൻ കൊടുത്ത് വാങ്ങിയിരിക്കുന്ന ഈ മാനേജ്മെന്റ് എങ്ങനെ ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകും?
5-ാം തീയതി ശമ്പളം നൽകുമെന്ന് ഉറപ്പു പറയാത്തതിനാൽ ഇന്നലെ MD വിളിച്ച യോഗം തൊഴിലാളി സംഘടനകൾ ബഹിഷ്കരിച്ചു. 6-ാം തീയതി മുതൽ ഡിപ്പോക്ക് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. ശമ്പളം മാനേജ്മെന്റ് മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്ന് TDF-ഉം BMS-ഉം ആരോപിച്ചു. ആദ്യം ജോലി ചെയ്തതിന്റെ ശമ്പളം, അതിനുശേഷമാകാം മറ്റെന്ത് വിഷയവും ചർച്ച എന്നുള്ള ന്യായമായ ആവശ്യമാണ് ഞങ്ങൾ മാനേജ്മെന്റ് മുന്നിൽ വെച്ചത്. ഞങ്ങളെ ശമ്പളം തരാൻ കാശില്ലെങ്കിൽ ഇതെന്തിനാണ് നടത്തിക്കൊണ്ടുപോണത്? ഞങ്ങൾ എല്ലാ മാസവും 10-20 ദിവസം സമരം ചെയ്താണോ ശമ്പളം വാങ്ങേണ്ടത്? 19-ാം തീയതി ശമ്പളം തരാൻ ഇവിടെ ഒരു മാനേജ്മെന്റ് വേണോ? ഇവിടെ ഒരു സർക്കാർ വേണോ? ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്താകെ പ്രവേശനോത്സവം ആഘോഷമാക്കുന്നതിനിടെ 1-ാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടി പോലും എത്താതെ കോഴിക്കോട് കോട്ടൂളി ഗവൺമെന്റ് LP സ്കൂൾ. മികച്ച ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും ഒരു സ്ഥിരം അധ്യാപകൻ പോലും സ്കൂളിലില്ല. മുൻ പ്രധാനാധ്യാപകന്റെ മകളും അസമിൽ നിന്നുള്ള 2 കുട്ടികളും മാത്രമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ. കണ്ടോ കണ്ണനെ കണ്ടും ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല കരിവണ്ടും തുമ്പിയും മൂളുന്നു. ഇത് മറിയം ഫാത്തിമ, കോഴിക്കോട് കോട്ടൂളി GMLP സ്കൂളിലെ വിരമിച്ച പ്രധാനാധ്യാപകൻ ഹംസമാഷുടെ മകൾ. 3-ാം ക്ലാസ്സുകാരിയായ ഇവൾക്ക് പുറമെ അസമിൽ നിന്നുള്ള 2 കുട്ടികൾ കൂടി മാത്രമാണ് സ്കൂളിൽ പഠിക്കാനെത്തുന്നത്. അത്തിമരത്തിലെ തത്ത അത്തിപ്പഴവും കൊത്തി കൊത്തി തത്തയിരിക്കുന്നു. അത്തിപ്പഴവും കാറ്റിൻ ചിറകിൽ ഊനാലാടുന്നു. കൊത്തി കൊത്തി തത്തയിരിക്കുന്നു. അധ്യയന വർഷം ആരംഭിച്ചെങ്കിലും പുതിയ കൂട്ടുകാരും എത്താത്തതിന്റെ നിരാശയിലാണ് മറിയം ഫാത്തിമ. ഇവിടെ വന്നതാരും പഠിക്കാൻ കളിക്കാനൊക്കെ ആളുകളാണ്. പ്രവേശനോത്സവത്തിന് പുതിയ കുട്ടികൾ ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു താൽക്കാലിക അധ്യാപിക അനുപമ. പക്ഷെ നിരാശയായിരുന്നു ഫലം. ആ സമയത്ത് ഇവിടെ 3 കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേര് അസം സ്വദേശികളും 1 കുട്ടി ഇവിടുത്തെ ഹംസമാഷി അച്ചമ്മിന്റെ മകളുമായിരുന്നു ഉണ്ടായിരുന്നത്. സ്കൂളിന് മികച്ച കെട്ടിടവും വിശാലമായ കളിസ്ഥലവുമുണ്ട്. അടുത്തുതന്നെ അംഗൻവാടിയുമുണ്ടെങ്കിലും അവിടെയുള്ള കുട്ടികൾ പോലും സ്കൂളിലെത്തുന്നില്ല. സമീപത്തെ സ്വകാര്യ സ്കൂളുകളിലേക്കാണ് കുട്ടികൾ പോകുന്നതെന്ന് മുൻ പ്രധാനാധ്യാപകൻ പറയുന്നു. പല മീറ്റിങ്ങുകളിലും കൌൺസിലർ അടക്കം ഇവിടെ മീറ്റിങ്ങുകൾ വിളിക്കുകയും ഞങ്ങളൊക്കെ ഇങ്ങനെ സ്കൂൾ ഇങ്ങനെ പോയാൽ സ്കൂളിന് പ്രശ്നമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ആളുകൾ ഇങ്ങോട്ട് എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. എന്തോ ഒരു അടിയൊഴുക്ക് പോലെ കുട്ടികൾ മറ്റു പല സ്ഥലത്തേക്കുമാണ് കുട്ടികൾ പോകുന്നത്. സ്വകാര്യ സ്കൂളുകൾ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. സ്വകാര്യ സ്കൂളുകൾ പല ഓഫറുകളും നൽകി വിദ്യാർത്ഥികളെ ആകർഷിക്കുകയാണെന്ന് URC ട്രെയിനറും സാക്ഷ്യപ്പെടുത്തുന്നു. പരിസരങ്ങളിലുള്ള അൺഎയ്ഡഡ് സ്കൂളുകൾ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. നിറഞ്ഞ കുട്ടികളുണ്ട്. കാരണം അവർ കുറെ കൂടെ സ്കൂൾ ബസ് ഫെസിലിറ്റി കൊടുക്കുന്നു, കുറെ ഓഫറുകൾ കൊടുക്കുന്നു. അതും ഒരു റീസൺ ആവാനാണ് കാരണം. പിന്നെ ഇംഗ്ലീഷ് മീഡിയം. അപ്പോൾ ഞങ്ങൾക്കും വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം വേറെ പുതിയൊരു കുട്ടികളൊന്നും ഇല്ലാത്ത ആ ഒരു സങ്കടം. അപ്പം ഞങ്ങൾ അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ. ഞങ്ങളുടെ ഒരു ഫുൾ സപ്പോർട്ട് ഇവിടെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. സ്കൂളിലെ പ്രധാനാധ്യാപകനായിരുന്ന ഹംസമാഷ് കഴിഞ്ഞ ദിവസം വിരമിച്ചു. ഇപ്പോൾ സ്ഥിരാധ്യാപകർ ആരുമില്ല. പ്രതിസന്ധി നേരത്തെ അറിയാമായിരുന്നിട്ടും പകരം ആളെ നിയമിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായില്ല. ഇതോടെയാണ് URCയിൽ നിന്ന് 2 താൽക്കാലിക അധ്യാപകരെ സ്കൂളിലേക്ക് നിയോഗിച്ചത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ പല സർക്കാർ സ്കൂളുകളും മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത്. എന്നാൽ ഈ മുന്നേറ്റത്തിനൊപ്പം നിൽക്കാൻ കഴിയാതെ പോയ സ്കൂളുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പരിശോധിച്ച് തിരുത്താനാണ് ഇനി വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകേണ്ടത്. എന്താണ് ഈ കരിവണ്ടും തുമ്പിയും ചെവിയിൽ വന്നിട്ട് മൂളാണില്ലേ? കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല. മലർ ചെണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. അംഗീകാരമില്ലാത്തതിനാൽ സർക്കാർ സ്കൂളിൽ ഫീസ് നൽകേണ്ട ഗതികേടിലാണ് വിദ്യാർത്ഥികൾ. ഇടുക്കി ഉടുമ്പൻചോലയിലാണ് ഈ ദുരവസ്ഥ. തോട്ടം മേഖലയായ ഉടുമ്പൻചോലയിൽ 1999 തമിഴ് മീഡിയം ഗവൺമെന്റ് LP സ്കൂൾ ആരംഭിച്ചത്. 2005 PTIയുടെ നേതൃത്വത്തിൽ അൺഎയ്ഡഡായി UP വിഭാഗവും പ്രവർത്തനം ആരംഭിച്ചു. 2009 സ്കൂളിനെ ഹൈസ്കൂളാക്കി ഉയർത്തി. UP വിഭാഗത്തിന്റെ അംഗീകാരം പിന്നീട് പരിഗണിക്കാം എന്നായിരുന്നു ഉറപ്പ്. ഇതുവരെ 2022 ആയിട്ടും ഇതുവരെ UP സ്കൂൾ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. അപ്പം ഇവിടെ ടോട്ടല് 5, 6, 7 ക്ലാസ്സുകളിൽ 95 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഒരു ടീച്ചറേ ഉള്ളൂ.
അപ്പൊ ടീച്ചർ എല്ലാ സബ്ജക്റ്റും ടീച്ചറിനെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. 95 വിദ്യാർത്ഥികളാണ് യുപിയിലെ 3 ക്ലാസുകളിൽ പഠിക്കുന്നത്. എല്ലാ ക്ലാസുകൾക്കുമായി ഒരു അധ്യാപിക മാത്രമാണുള്ളത്. ടീച്ചറിന് ശമ്പളം നൽകണമെങ്കിൽ കുട്ടികൾ ഫീസ് നൽകണം. തുച്ഛമായ ഫീസാണെങ്കിലും തോട്ടം തൊഴിലാളികളായ മാതാപിതാക്കൾക്ക് ഇത് താങ്ങാനാവില്ല. അംഗീകാരമില്ലാത്തതിനാൽ സൗജന്യ പാഠപുസ്തകങ്ങളും യൂണിഫോമും ഉച്ചഭക്ഷണവും കുട്ടികൾക്ക് ലഭിക്കില്ല. നിർധന കുടുംബങ്ങളിൽ നിന്നെത്തുന്ന കുട്ടികളിൽ പലരും ഉച്ചഭക്ഷണവും കൊണ്ടുവരാറില്ല. PTA നേതൃത്വത്തിൽ സൗജന്യമായി ഭക്ഷണം നൽകാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. இந்த சாப்பாடு நான் மறந்துட்டு வந்தாலும் இங்கே இருக்கிறவங்களுக்கு சாப்பாடு இப்போதைக்கு இல்லை. அதனால கவர்மெண்ட் எங்களுக்காக എല്ലാ ഇതുമേ കൊടുക്കണം. എല്ലാ വിഷയങ്ങൾക്കും അധ്യാപകരില്ലാത്തതിനാൽ പഠന നിലവാരവും നിലനിർത്താനാവുന്നില്ല. വിളയാട്ടുള്ള പോട്ടിയിൽ കളത്ത് ചേർത്ത് മാറ്റാங்க. എഴുതുമേ ഫ്രീയാ പഠിക്കാங்க. ഗവൺമെന്റിൽ കൊടുത്തത് എഴുതുമേ ഗവൺമെന്റ്. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാനത്തെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമം വയനാട്ടിൽ ഇന്ന് സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കും. സംസ്ഥാന സർക്കാരിന്റെ സമഗ്ര പട്ടികവർഗ വികസന പദ്ധതിയായ പൂക്കോട് എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമമാണ് നാടിന് സമർപ്പിക്കുക. ലക്കിടി മലയുടെ മുകളിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഗോത്രവർഗ പൈതൃക ഗ്രാമം. കോടമഞ്ഞും മഴയും നിറഞ്ഞ മനോഹരമായ പ്രദേശത്താണ് പദ്ധതി. വിനോദസഞ്ചാര വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഗോത്രജനതയുടെ വൈവിധ്യങ്ങളെ ഒരു കുടക്കീഴിൽ അണിനിരത്തും. ഗോത്ര പൈതൃക ഗ്രാമം നമ്മൾ അതിന്റെ ഒരു USP എന്ന് പറയുന്നത് പൈതൃകം, ഉപജീവനം, അതുപോലെ ശാക്തീകരണം. ഈ 3 പില്ലേഴ്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഗോത്ര സമുദായ ജനതയുടെ പൈതൃക കലകൾ, പൈതൃക പാരമ്പര്യ വിജ്ഞാനം, ഇങ്ങനത്തെ കാര്യങ്ങൾ സംരക്ഷിക്കാനും അത് ഒരു ഉപജീവന മാർഗമായിട്ട് വളർത്താനും സംരക്ഷിക്കാനും അവരെ ശാക്തീകരിക്കാനും അതിനു വേണ്ടിയുള്ള ആ ഒരു ട്രൈബൽ ലൈവ്ലിഹുഡ് എന്നുള്ള ഒരു തീം തന്നെയാണ് ഇതിന്റെ ഫോക്കസ്. ഹെറിറ്റേജ് വാക്വേ, ഗോത്രചരിത്രവും നാൾവഴികളും വിശദമാക്കുന്ന ഗോത്ര പുനരാഖ്യാന കേന്ദ്രം, ഗോത്രഭക്ഷണം വിളമ്പുന്ന കഫ്റ്റീരിയകളും ഇവിടെയുണ്ടാകും. മന്ത്രിമാരായ K രാധാകൃഷ്ണനും PA മുഹമ്മദ് റിയാസും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. രതീഷ് വാസുദേവൻ, ന്യൂസ് 18 വയനാട്. വയനാട്ടിൽ വീണ്ടും ആദിവാസി ഭൂസമരം. ബത്തേരി ഇരുളം വില്ലേജിലെ വനവികസന കോർപ്പറേഷന്റെ മരിയനാട്ടെ കാപ്പിത്തോട്ടത്തിലാണ് ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത്. ആദിവാസി കുടുംബങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി ലഭിക്കും വരെ സമരം തുടരുമെന്ന് ഗോത്ര മഹാസഭാ നേതാവ് M ഗീതാനന്ദൻ പറഞ്ഞു. ആദിവാസികൾക്ക് കേന്ദ്ര സർക്കാർ പതിച്ചു നൽകിയ ഭൂമിയിൽ വീണ്ടും സമരം ചെയ്യേണ്ട ഗതികേടിലാണ് വയനാട്ടിലെ ആദിവാസികൾ. ഭൂസമരം ഇപ്പോൾ മരിയനാട്ടെ ഭൂസമര കേന്ദ്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മുമ്പ് മുത്തങ്ങയിൽ ശക്തമായി ഭൂസമരത്തിന് നേതൃത്വം നൽകിയ ഒരാളായ M ഗീതാനന്ദൻ നമ്മളോടൊപ്പം ഉണ്ട്. മാഷ, എങ്ങനെയാണ് പുതിയ ഈ സമര വേദിയും മറ്റും കാണുന്നത്? ഈ ഭൂമി കേന്ദ്ര സർക്കാർ ഭൂരഹിതർക്ക് പതിച്ചു നൽകാൻ വേണ്ടി കൈമാറിയ ഭൂമിയാണ്. അതിൻ്റെ ഒരു ചരിത്രം 2002 മുതൽ നടക്കുന്നതാണ്. 2001-2 കാലഘട്ടത്തിൽ ആദിവാസികൾ നടത്തിയ കുടിൽ സമരത്തിൻ്റെ ഒരു എഗ്രിമെൻ്റ് ഭാഗമായിട്ടാണ് ഈ നിക്ഷിപ്ത വനഭൂമി കൈമാറ്റം തീരുമാനിക്കുന്നത്. മുത്തങ്ങ സംഭവത്തിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് അതിൽ ഉചിതമായ തീരുമാനമെടുത്തു. അങ്ങനെ ലഭ്യമായ 19,000 ഏക്കർ ഭൂമിയിലെ പ്രധാന ഏരിയയാണിത്. വയനാട് 7,000-ഓളം ഏക്കർ ഭൂമി അങ്ങനെ കൈമാറിയിരുന്നെങ്കിലും ഇതിലൊന്നുപോലും നീതിയുക്തമായ ആദിവാസികൾക്ക് പതിച്ചു കൊടുത്തിട്ടില്ല. സുഗന്ധേരിയിലെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയൊക്കെ കൈയേറ്റമാണ്, അല്ലെങ്കിൽ അതുപോലെ നവോദയ സ്കൂളുകൾ, എന്നൂര് പദ്ധതി. ഇപ്പം
മ്യൂസിയം പണിയാൻ ഉൾപ്പെടെ ആ മേഖലയിലെ ഭൂമി മുഴുവൻ തന്നെ അനധികൃതമായി കയ്യേറുന്നു. ഇവിടെ ഇരുളം മേഖലയിലുള്ളത് അന്യാധീനപ്പെട്ട ആദിവാസികൾക്ക് എന്നുള്ള പേരിൽ അവിടെ കുറച്ച് പേരെ കുടിയിരുത്തിയിട്ടുണ്ട്. നീതിയുക്തമായി വിതരണം ചെയ്യുന്നതിന് പകരം ഈ മരിയനാട് തോട്ടം കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കയ്യിലായിരുന്നു. അവർ ആ യൂണിറ്റിലെ പ്രവർത്തനം അവസാനിപ്പിച്ചു. അതിനുശേഷം തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരവും കൊടുക്കുന്നില്ല, ആദിവാസികൾക്കൊണ്ട് പതിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിനൊരു അന്ത്യമുണ്ടാകണം. മുത്തങ്ങക്കാർക്ക് മറ്റു പ്രദേശത്തെ പതിച്ചു കൊടുത്തും തന്നെ വാസയോഗ്യമായിട്ടുള്ള ഭൂമി അല്ലാത്തതുകൊണ്ട് അവരുൾപ്പെടെ ഈ ഭൂമിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രളയം കൊണ്ട് വീട് നഷ്ടപ്പെട്ടവരുണ്ട്. ആർണ ഫാമിൽ പോയിട്ടും ഭൂമി ലഭ്യമായി തിരിച്ചു വന്നവരുണ്ട്. വളരെ 1 സെൻറ്റ് പോലും ഭൂമിയില്ലാത്ത ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഭൂമി കൊടുക്കാനുള്ള ഒരു നീതിയുക്തമായ ഒരു നടപടിക്രമം എപ്പോഴാരംഭിക്കുന്നു അപ്പോൾ മാത്രമേ ഞങ്ങളുടെ സമരം അവസാനിപ്പിക്കൂ. തീർച്ചയായും വളരെ വ്യക്തമായ ഒരു നിർദ്ദേശമാണ്, ഒരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. കാരണം നിയമപരമായ കയ്യേറ്റങ്ങളെ സർക്കാർ സാധൂകരിക്കുന്നു. ആദിവാസികൾക്ക് പതിച്ചു നൽകിയ ഭൂമിയുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്നത് കയ്യേറ്റമായി ചിത്രീകരിക്കുന്നു എന്നാണ് സമരക്കാരുടെ നിലപാട്. എന്തായാലും സമരം ഭൂപ്രശ്നം പരിഹരിക്കുന്നവരെ തുടരുമെന്നാണ് ഈ സമരസമിതിയുടെ തീരുമാനം. വയനാട് മരിയനാട് നിന്നും രതീഷ് വാസ്തേവൻ, ന്യൂസ് 18. ആലപ്പുഴയിൽ വീട്ടിൽ ഒളിപ്പിച്ച നിലയിൽ വൻ മാരകായുധ ശേഖരവും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തി. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജില്ലാ പോലീസ് മേധാവി ജി ജയദേവൻ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് ആലപ്പുഴ ഇരവുകാട് നിന്ന് സ്ഫോടക വസ്തുക്കളും മാരകായുധങ്ങളും കണ്ടെത്തിയത്. രഞ്ജിത്ത് എന്നയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലായിരുന്നു കണ്ടെത്തൽ. നാടൻ ബോംബ് നിർമ്മാണത്തിലുള്ള സ്ഫോടക വസ്തുക്കളും പൈപ്പുമെല്ലാം പോലീസ് പിടിച്ചെടുത്തു. ഇതിനു പുറമെ കഞ്ചാവും രാസലഹരി മരുന്നായ MDMAയും പോലീസിന് ലഭിച്ചു. പോലീസിനെ കണ്ടതോടെ രഞ്ജിത്ത് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അമ്മയെ ചോദ്യം ചെയ്തെങ്കിലും ഒന്നും അറിയില്ല എന്നാണ് മൊഴി നൽകിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആക്രമണ പദ്ധതി ലക്ഷ്യമിട്ടാണ് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ശേഖരിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സംഘത്തിലെ മറ്റുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. ഒരിടവേള കൂടി. വാർത്തയിലേക്ക്. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ടു. മന്ത്രി വി അബ്ദുറഹിമാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. 377 തീർത്ഥാടകരാണ് സംഘത്തിലുള്ളത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യയിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടക സംഘം യാത്ര തിരിക്കുന്നത്. വൈകിട്ട് 4-ന് നടക്കുന്ന തീർത്ഥാടക സംഗമം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. കേരളം, തമിഴ്നാട്, ആൻഡമാൻ, ലക്ഷദ്വീപ്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഉൾപ്പെടെ 7142 പേരാണ് കൊച്ചിയിൽ നിന്ന് ഈ വർഷം പുറപ്പെടുക. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിന്റെ 4 ദിവസത്തെ ഖത്തർ സന്ദർശനം ഇന്നു മുതൽ. ഡെപ്യൂട്ടി അമീർ ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹമദ് അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഖത്തറിലെ പ്രമുഖ ഇന്ത്യൻ ബിസിനസ്സുകാരെ കാണുന്നതിനൊപ്പം ഇന്ത്യൻ പ്രവാസികളെയും അഭിസംബോധന ചെയ്യും. സൌഹൃദ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യം. കേന്ദ്ര സർക്കാർ അനുവദിച്ച എയിംസ് കോട്ടയം വെള്ളൂരിലെ KPPL ഭൂമിയിൽ സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ആക്ഷൻ കൌൺസിൽ. റെയിൽവേ കണക്ടിവിറ്റി അടക്കമുള്ള സൌകര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ആവശ്യം ഉന്നയിക്കുന്നത്. ആവശ്യവുമായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്ന് BJP കോട്ടയം ജില്ലാ ഘടകം വ്യക്തമാക്കി. വെള്ളൂരിലെ HNL നിന്ന് സംസ്ഥാനം ഏറ്റെടുത്തത് 600-ലധികം ഏക്കർ സ്ഥലമാണ്. ഇവിടെ പേപ്പർ നിർമ്മാണശാലയായ KPPL പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് റബ്ബർ പാർക്കും സ്ഥാപിക്കും. ഇത് രണ്ടും വന്നാലും കുറഞ്ഞത് 200 ഏക്കറെങ്കിലും സ്ഥലം ബാക്കിയാകും. ഈ സ്ഥലത്ത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച എയിംസ് സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. പ്രാദേശികമായി ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചതിന് പിന്നാലെ BJP ജില്ലാ ഘടകവും ഇതേ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നു. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെടുന്നത് ആ ഭൂമി അത്ര അനുയോജ്യമായിട്ടുള്ള ഒരു ഭൂമി അവിടെ ഉള്ളപ്പോൾ അവിടെ തന്നെ എയിംസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പ്രാദേശികമായിട്ട് അവിടെ ഉയർന്നു വരുന്നൊരു വികാരം. അതിനൊപ്പം തന്നെയാണ് BJP നിൽക്കുന്നത്. എയിംസ് കോഴിക്കോട് ജില്ലയിൽ സ്ഥാപിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ആലോചന. എന്നാൽ റെയിൽവേ, വിമാന കണക്ടിവിറ്റികൾ പരിഗണിച്ചാൽ വെള്ളൂരിലെ ഭൂമി പദ്ധതിക്ക് ഗുണമാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമാകും നിർണായകം. ന്യൂസ് 18 കോട്ടയം. പൊതുനിരത്തിൽ അഭിഭാഷകനെ മർദ്ദിച്ചയാളെ ഹൈക്കോടതി ജഡ്ജി തത്സമയം ഇടപെട്ട് പോലീസിൽ ഏൽപ്പിച്ചു. അഡ്വക്കേറ്റ് ലിയോ ലൂക്കോസിനെ മർദ്ദിച്ച തൊടുപുഴ സ്വദേശി ജിജോ സെബാസ്റ്റ്യനെയാണ് പോലീസ് പിടികൂടിയത്. എറണാകുളം നഗരത്തിൽ ഇന്നലെ രാവിലെയായിരുന്നു സംഭവം. എറണാകുളം ഫോർഷോർ റോഡിൽ ഇന്നലെ രാവിലെ 10 മണിക്കായിരുന്നു സംഭവം. തൊടുപുഴ സ്വദേശി ജിജോ സെബാസ്റ്റ്യനാണ് ക്രൂരമായി ആക്രമണം നടത്തിയത്. ഹൈക്കോടതിയിലേക്ക് പോവുകയായിരുന്ന അഡ്വക്കേറ്റ് ലിയോ ലൂക്കോസിന്റെ കാറിന് പിന്നിൽ ജിജോയുടെ കാറിടിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. കാറിടിച്ചതിൽ ക്ഷുഭിതനായ ജിജോ പുറത്തിറങ്ങി വന്ന്
ലിയോയെ മർദ്ദിക്കുകയായിരുന്നു. സംഭവം അതുവഴി എത്തിയ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നാഗരേഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ജസ്റ്റിസിന്റെ കൂടെയുണ്ടായിരുന്ന പോലീസുകാരനാണ് മർദ്ദനം തുടർന്ന ജിജോയെ പിടിച്ചുമാറ്റിയത്. ജസ്റ്റിസ് നാഗരേഷിന്റെ നിർദ്ദേശപ്രകാരം അക്രമം നടത്തിയ ജിജോയെ പോലീസിൽ ഏൽപ്പിച്ചു. അഡ്വക്കേറ്റ് ലിയോയെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മർദ്ദനത്തെ തുടർന്ന് ലിയോയുടെ ശ്രവണപടത്തിന് തകരാർ സംഭവിച്ചതായി ഡോക്ടർമാർ പറഞ്ഞു. കാറിന്റെ താക്കോൽ ഉപയോഗിച്ച് ആക്രമിച്ചതായി ലിയോ പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. കാണാതായി 1 മാസമായിട്ടും സൈലന്റ് വാലിയിലെ വനം വകുപ്പ് വാച്ചർ രാജനെ കണ്ടെത്താനായില്ല. വനം വകുപ്പും പോലീസും തെരച്ചിൽ തുടരുന്നുണ്ടെങ്കിലും ഒരു സൂചനയും ലഭിക്കാതെ വന്നതോടെ അന്വേഷണം പ്രതിസന്ധിയിലായി. മെയ് 3-നാണ് വനം വകുപ്പ് വാച്ചർ രാജനെ കാണാതായത്. 1 മാസമായി തെരച്ചിൽ നടക്കുന്നുണ്ടെങ്കിലും ഒരു സൂചനയും ലഭിക്കാത്തതാണ് അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നത്. അഗളി ഡിവൈഎസ്പി മുരളീധരന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസന്വേഷിക്കുന്നത്. രാജൻ വന്യമൃഗത്തിന്റെ ആക്രമണത്തിന് ഇരയായിട്ടില്ലെന്ന് വനം വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രാജന് എന്ത് സംഭവിച്ചുവെന്ന നിഗമനത്തിലെത്താനും അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല. ആട് വിട്ടുപോകാൻ യാതൊരു സാധ്യതയില്ല. എന്താന്ന് വെച്ചാൽ ആധാർ, ഐഡന്റിറ്റി, പാസ്ബുക്ക്, ATM ഒന്നും കൊണ്ടുപോയിട്ടില്ല. പിന്നെ അങ്ങനെ പോകുന്ന 100% ഞങ്ങൾക്ക് ഉറപ്പില്ല. കാട്ടിൽ പോയ ആള് കാട്ടിൽ തന്നെ എവിടെയും കാണുന്നതാണ് ഞങ്ങളുടെ ഉറപ്പ്. 100% അതാണ് ഉറപ്പ്. പുറത്ത് എവിടെയും പോയിട്ടില്ല. രാജന് വേണ്ടി തമിഴ്നാട് വനത്തിലും തെരച്ചിൽ നടത്തിയിരുന്നു. രാജന്റെ വീട്ടുകാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമെല്ലാം വിവരങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചെങ്കിലും കൂടുതൽ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. മലപ്പുറം മേലാറ്റൂരിലെ ക്ഷേത്രങ്ങളിൽ കവർച്ച നടത്തിയ പ്രതികൾ മണിക്കൂറുകൾക്കകം പോലീസിന്റെ പിടിയിലായി. മേലാറ്റൂർ ഓലപ്പാറ സ്വദേശി കുറുക്കൻ മൻസൂർ, എടപ്പര സ്വദേശി കുണ്ടിൽ അബ്ദു എന്നിവരാണ് പോലീസിന്റെ സമർത്ഥമായ നീക്കങ്ങളിൽ വലയിലായത്. മേലാറ്റൂർ പടിഞ്ഞാറേക്കര അയ്യപ്പ ക്ഷേത്രത്തിലും കോവിലകംപടി വെൺമാടത്തിങ്കൽ ബാലശാസ്ത്ര ക്ഷേത്രത്തിലും ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു മോഷണം. ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരത്തിന്റെയും ഓഫീസ് മുറിയുടെയും പൂട്ടു തകർത്ത് പണവും 50-ലധികം നിലവിളക്കുകളും മോഷ്ടിച്ചു. ഓട്ടുരുളി, ചട്ടുകം എന്നിവയടക്കം 37,000-ഓളം രൂപയുടെ സാമഗ്രികളാണ് മോഷണം പോയത്. പൂജാരി രാവിലെ എത്തിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. ക്ഷേത്ര ഭാരവാഹികളുടെ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം തുടങ്ങി. മേലാറ്റൂർ ടൗണിലും പരിസരങ്ങളിലുമുള്ള CCTV ദൃശ്യങ്ങളിലാണ് ആദ്യം പരിശോധിച്ചത്. മുൻപ് ഇത്തരം കേസുകളിൽ പ്രതിയായവരെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തി. ഇത് ഫലം കണ്ടു. പ്രതികളെ തിരിച്ചറിയുകയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. ചോദ്യം ചെയ്തപ്പോൾ മൻസൂറും അബ്ദുവും 2 ക്ഷേത്രങ്ങളിലും മോഷണം നടത്തിയതായി സമ്മതിച്ചു. തൊണ്ടിമുതലുകൾ ഒളിപ്പിച്ച സ്ഥലം പ്രതികൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മോഷണം പോയ വിളക്കുകളും ഉരുളികളുമടക്കം മുഴുവൻ സാധനങ്ങളും ചാക്കിലാക്കി ഒളിപ്പിച്ച നിലയിൽ റെയിൽവേ സ്റ്റേഷനു സമീപത്തെ പഴയ കെട്ടിടത്തിൽ നിന്ന് കണ്ടെടുത്തു. മറ്റു ക്ഷേത്രങ്ങളിൽ നടന്ന മോഷണങ്ങളിൽ പ്രതികൾക്ക് പങ്കുണ്ടോ എന്നതിലും അന്വേഷണം നടത്തുമെന്നും ആവശ്യമെങ്കിൽ കോടതിയിൽ കസ്റ്റഡി ആവശ്യപ്പെട്ട് ഹർജി നൽകുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 മലപ്പുറം. ചേർത്തലയിൽ ഭർത്താവ് കൊലപ്പെടുത്തിയ നവവധു ഹെന നേരിട്ടത് ക്രൂരമായ പീഡനം. ശരീരത്തിൽ 16 മുറിവുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ബൈപ്പോളർ ഡിസോർഡറിന് ചികിത്സയിലായിരുന്ന ഹെനയ്ക്ക് വിവാഹശേഷം ഭർത്താവ് മരുന്ന് നിഷേധിച്ചുവെന്ന് കുടുംബം ആരോപിച്ചു. നാട്ടുവൈദ്യ ചികിത്സ നടത്തിയിരുന്ന അപ്പുക്കുട്ടൻ ബൈപ്പോളാർ ഡിസോർഡറുള്ള ഹെനയെ രോഗവിവരം അറിഞ്ഞുതന്നെയാണ് വിവാഹം കഴിച്ചത്. എന്നാൽ വിവാഹശേഷം അപ്പുക്കുട്ടൻ ഹെനയെ രോഗവിവരം പറഞ്ഞു മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് കുടുംബം പറഞ്ഞു. ചേർത്തലയിലെത്തിയതോടെ അലോപ്പതി മരുന്നുകൾ നിർത്തി നാട്ടുവൈദ്യ ചികിത്സയായി. ഇത് രോഗം ഗുരുതരമാക്കിയതായി ബന്ധുക്കൾ പറഞ്ഞു. രോഗാവസ്ഥയുടെ പേരിൽ മർദ്ദനം തുടർന്ന അപ്പുക്കുട്ടൻ മരണത്തിന് ഒരാഴ്ച മുൻപ് 7 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. വിവാഹ സമയത്ത് 75 പവൻ സ്വർണം നൽകിയിരുന്നു. മരണശേഷം കഴുത്തിന് കുത്തിപ്പിടിച്ച് തല ഭിത്തിയിലിടിപ്പിച്ചു. ശേഷം ഹെന ശുചിമുറിയിൽ കുഴഞ്ഞു വീണു എന്നാണ് അപ്പുക്കുട്ടൻ പറഞ്ഞത്. ആശുപത്രിയിൽ എത്തും മുൻപ് മരിച്ചിരുന്നു. ശരീരത്തിൽ 16 മുറിവുകളേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഇതിൽ പലതും ദിവസങ്ങൾ പഴക്കമുള്ളവയാണ്. തലയ്ക്കുള്ളിൽ മാത്രം 14 മുറിവുകളുണ്ടായിരുന്നു. കൊലക്കുറ്റവും ഗാർഹിക സ്ത്രീധന പീഡന വകുപ്പുകളും ചുമത്തി അറസ്റ്റ് ചെയ്ത അപ്പുക്കുട്ടൻ ഇപ്പോൾ റിമാൻഡിലാണ്. ന്യൂസ് 18 ആലപ്പുഴ. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.